ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മുസ്ലിംസിന് നല്ല വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. മുഹറം 10 9 രാത്രി നമ്മൾ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് വിഭവമൊക്കെ ഇട്ടിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ ഇത് വെറുതെ ആക്കി കുടിക്കാൻ നമുക്ക് ഇതൊരു പ്രത്യേക ദിവസം ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കി കുടിക്കും. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് ഇത്. വെല്ലം കൊണ്ടാണ്, ശർക്കര കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ പരിപ്പ്, കുത്തുഗോതമ്പ്, കടലപ്പരിപ്പ്, ഇതൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വേവിപ്പിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത്. ഒരിക്കൽ കഴിച്ചവർ എന്തായാലും പിന്നെയും ഇത് ഉണ്ടാക്കി നോക്കും. അത്രയും ടേസ്റ്റുള്ളൊരു പായസം തന്നെയാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണ്ട ഈ ചെറുപയർ പരിപ്പും കടലപ്പരിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാവാൻ വെക്കുന്നുണ്ട്. അത് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് മിക്സാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അതിൽ സോക്ക് ചെയ്ത് വെക്കും. പിന്നെ അതിനുശേഷം സോക്ക് ചെയ്തതിന് ശേഷം അതിൽ കടലപ്പരിപ്പൊക്കെ കുറച്ച് പൊന്തി വന്ന് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉള്ളതിൽ നിന്ന് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇൻഗ്രീഡിയൻസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉള്ളി നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയുടെ പകുതി ഭാഗം, ചെറിയൊരു ഭാഗം മാത്രം മതി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിലിട്ട് വേവിപ്പിക്കുകയാണല്ലോ, അപ്പോൾ അതിനാവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ അടച്ച് വെച്ച് വേവിപ്പിക്കുന്നുണ്ട്. ഒരു 5 വിസിലോളം വേണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ശർക്കര നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കിലോനടുത്തായിട്ട് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും മധുരം വേണ്ടുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അതിനാവശ്യമായ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കാൻ കുറച്ച് വെള്ളം മതി, ബാക്കി അതിൽ തന്നെ മെൽട്ടായിക്കോളും. ആ സമയം കൊണ്ട് നമ്മൾ വേവിപ്പിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ടായി നല്ല സെറ്റായി നല്ല കുറുകിയായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാനുള്ളൊരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ വേവിപ്പിച്ച് വെച്ച ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ പായസത്തിന്. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ നമ്മൾ ചിരണ്ടി എടുക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ അരമുറിയോളം ചിരണ്ടി എടുത്ത് അതിലേക്ക് ലേശം വെള്ളം കൂട്ടി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന വിധത്തിൽ തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ കൂടി ചേർന്ന് അടിപൊളി പായസം തന്നെയാണിത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട. അതിന് ശേഷം നമ്മൾ കുറുക്കി വെച്ച ശർക്കര നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരത്തിനനുസരിച്ച് നല്ല
മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം, അല്ലാതെ ഒരു പാകത്തിന് മധുരം കുറച്ചായിട്ട് ഒഴിക്കാം. നമ്മളിതിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും മധുരം ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കരയാണല്ലോ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈസിയാണ് ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ചൂടോടെ കുടിക്കുന്നതിനേക്കാളും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച്, അതുപോലെ തന്നെ പിറ്റേന്ന് രാത്രിക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് അതെടുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഗായ്സ്. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ വിട്ടുപോയി. നമ്മളിതിലേക്ക് പിന്നെ ഏലക്കായ് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൂവമ്പഴം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തിളച്ച് വരുന്നവരെ ചൂടാക്കിയെടുത്ത് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സർവ് ചെയ്യാം. എനിക്കൊക്കെ ഇഷ്ടം ഇത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെച്ച് ആ തണുപ്പോടെ എടുത്ത് കഴിക്കുന്നതാണ് എനിക്കൊക്കെ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇഷ്ടം. ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.